പേരാമ്പ്രയിൽ കോൺഗ്രസ് നടത്തിയ സംഘർഷത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യം ഉൾപ്പെടെ പുറത്തുവന്ന സാഹചര്യത്തിൽ കൂടിയാണ് ആവശ്യം ശക്തമാവുന്നത്. പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ കോൺഗ്രസ് ആക്രമണം ആസൂത്രിതമാണെന്ന ആരോപണം നേരത്തെ തന്നെ ശക്തമായിരുന്നു. അതിനു പിന്നാലെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനു നേരെ സ്ഫോടക വസ്തുക്കൾ എറിയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത്. പുറത്തുവന്ന ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നും കലാപശ്രമമാണ് നടന്നതെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നതായും വിശദമായ അന്വേഷണം വേണമെന്നും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SK സജീഷ് പറഞ്ഞു. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഒരു കലാപത്തിനാണ് ശ്രമം നടത്തിയത്. ആ കലാപശ്രമമാണ് പാളിപ്പോയിരിക്കുന്നത്. പോലീസിൻ്റെ നേരെ സ്ഫോടക വസ്തു എറിഞ്ഞിട്ടാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത് എന്നത് അതീവ ഗൗരവകരമായ കാര്യമാണ്. പോലീസിന് നേരെ നടത്തിയ ഈ സ്ഫോടക വസ്തു എറിഞ്ഞ ആളെയും ആ സ്ഫോടക വസ്തുവുമായി ബന്ധപ്പെട്ട അവിടെ നടന്ന ആ സ്ഫോടനത്തെക്കുറിച്ചെല്ലാം വളരെ വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. പേരാമ്പ്രയെ കലുഷിതമാക്കാൻ ആസൂത്രിത ശ്രമം നടന്നു എന്നത് വ്യക്തമാണെന്നും പുറത്തുനിന്ന് ആളുകളെ എത്തിച്ച് സംഘർഷം ഉണ്ടാക്കുകയാണ് ഷാഫി പറമ്പിൽ ചെയ്തതെന്നും പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ് പറഞ്ഞു. ശ്രീ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് പേരാമ്പ്രയിൽ കലാപം അഴിച്ചുവിട്ടത്. 2.5 മണിക്കൂർ സമയം പേരാമ്പ്ര ടൗണിൽ ബ്ലോക്ക് ഉണ്ടാക്കി. അത് പേരാമ്പ്രക്കാർ മാത്രമല്ല, ഈ പേരാമ്പ്ര മണ്ഡലത്തിൽ നിന്നും വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ അപ്പുറത്തു നിന്നൊക്കെ കൂമുള്ളിയിൽ നിന്നൊക്കെ ആളുകൾ വിളിച്ചു വരുത്തി ഇവിടെ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. കൈരളി ന്യൂസ് ഇന്നലെ പുറത്തുവിട്ട ദൃശ്യങ്ങൾ വെളിവാക്കുന്ന കോൺഗ്രസ് ഗൂഢാലോചനയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം തന്നെയാണ് ശക്തമാകുന്നത്. മേഘമാധവൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.